വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശിവാനി മുടിയിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ശിവാനി പറഞ്ഞതും ആങ്കർ ചോദിച്ചതും എന്ന രീതിക്കൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റാണി എന്ന ശിവാനിയുടെ പുതിയ മൂവിയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫസ്റ്റൊക്കെ ഒരു റാണി എന്ന മൂവിനൊക്കെ ചോദിച്ചിട്ട് പിന്നീട് മുടിയിനേക്കുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കടന്നു. അതിപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവേഴ്സും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഉപ്പുമുളകും ടീം ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂ കൊടുത്താൽ അത് ആരായാലും അവരോട് മുടീൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ അവർ വിടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു പതിവ് ഇപ്പോൾ ശിവാനിയുടെ അടുത്തും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും തന്നെ, അതായത് ലച്ചു ആയിക്കോട്ടെ, നീലു ആയിക്കോട്ടെ, ബാലു ആയിക്കോട്ടെ, ശിവാനി ആയിക്കോട്ടെ, ആരും തന്നെ ഒരു വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലും വ്യക്തതയുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ഇതായത് എന്നുള്ള രീതിക്ക് കുറച്ചെങ്കിലും വ്യക്തത കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാലുവിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെയാണ്. ബാക്കി എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികം തൊട്ടും തൊടാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഇൻ്റർവ്യൂവർ ചോദിച്ചത് ഇങ്ങനെയാണ്: ചേട്ടൻ എന്തിനാണ് ഇങ്ങനത്തെ ഡിസിഷൻ എടുത്തതെന്ന് ശിവാനി ചോദിച്ചിരുന്നോ എന്ന രീതിക്ക്, മുടിയനോട് ശിവാനി ചോദിച്ചിരുന്നു എന്ന രീതിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശിവാനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളൊന്നും അല്ലല്ലോ, അത് ചാനലായാലും ചേട്ടനുമായിട്ടൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്നില്ല, അതിനടുത്ത് അങ്ങനെയൊന്നും, അതൊക്കെ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന രീതിക്ക് ഫസ്റ്റ് ശിവാനി പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ ചേട്ടനോട് അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല, ഞങ്ങൾ നല്ല ബോണ്ടാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങൾ അവിടെ പോയി റീൽസ് എടുക്കും, ഷോർട്സ് എടുക്കും, യൂട്യൂബ് വീഡിയോസ് എടുക്കും, അതിന് മാത്രമേ ഞങ്ങൾക്ക് സമയം കിട്ടത്തുള്ളൂ, അത്രയ്ക്കുള്ള സമയം കിട്ടുള്ളൂ, ഡാൻസ് പ്രാക്ടീസിന് അതിലാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന രീതിക്ക് ശിവാനി ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഓൺ സ്ക്രീനിലെ പോലെ തന്നെ ഓഫ് സ്ക്രീനിലും ഏറ്റവും കൂടുതൽ ക്ലോസും ഏറ്റവും നല്ല ബോണ്ടിങ് ഉള്ളത് ശിവാനിയും മുടീനും തമ്മിലാണ്. അവരുടെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും നമ്മൾ കണ്ടതാണ്. അതുമാതിരി ഇടയ്ക്കിടക്കും നമ്മൾ ഷോർട്സും റീൽസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളായിരുന്നു അവർ. അപ്പോൾ ഇവർ രണ്ടിൻ്റെ കോംബോ തന്നെ ഒരു അടിപൊളി കോംബോ ആണ്. അത് ഉപ്പുമുളകിന് അകത്തായാലും പുറത്തായാലും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. അതിന് ഭയങ്കര മെച്യൂർഡായിട്ടാണ് ശിവാനി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരെയും സപ്പോർട്ട് ചെയ്യാതെയും ആരെയും കുറ്റപ്പെടുത്താതെയും എന്ന രീതിക്ക് തന്നെയാണ് ശിവാനി ആൻസർ ചെയ്തത്. ഈ ഒരു വിഷയത്തിലും നമ്മൾ അകത്തോട്ട് പോവില്ല, അതിനെക്കുറിച്ചൊന്നും ചോദിക്കത്തില്ല, അതൊക്കെ അവരതിൻ്റെ പേഴ്സണൽ വിഷയമാണ്, എന്തുകൊണ്ടാണ് മുടിയൻ അങ്ങനെ ചെയ്തത് എന്ന രീതിക്ക് ചോദിച്ചിട്ടൊന്നുമില്ല എന്ന രീതിക്കാണ് ശിവാനി ആൻസർ ചെയ്തത്. അതിൽ ശിവാനിയുടെ ആ ഒരു ആൻസർ അടിപൊളി ആൻസർ തന്നെയായിരുന്നു, ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ഒരു ആൻസർ തന്നെയായിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുടിയൻ്റെ പ്രശ്നത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ മുടിയൻ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാലുവും ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും വേഴ്സ് ആയത് എന്ന രീതിക്കൊക്കെ ബാലുവും വ്യക്തതയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം മുടിയൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞ മാതിരി മുടിയൻ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് ടീമിനോട് വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഡയറക്ടർ മാറിയാൽ തിരിച്ചു വരുമെന്നുള്ളത്. അപ്പോൾ മുടിയൻ്റെ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് അറിയില്ല. ഇപ്പോൾ ഡയറക്ടർ മാറിയിട്ട് ഓൾമോസ്റ്റ് 2 മാസമായി. രാജേഷ് ചേട്ടനാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജേഷ് ചേട്ടനും മുടിയനുമായിട്ട് നല്ല കോൺടാക്റ്റിൽ തന്നെയാണ്. കാരണം അളിയൻസും മുടിയൻ കയറിയ പുതിയ പരിപാടി അളിയൻസും രാജേഷ് ചേട്ടൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവും. ഈ 2024 മുടിയനെല്ലാം തിരിച്ചു വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ മുടിയൻ്റെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളക്കും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.